നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2 പതിറ്റാണ്ടായി ആൽഫയുടെ പ്രവർത്തനങ്ങളെ പിന്തുണച്ചു പോരുന്ന ആൽഫ ഓവർസീസ് കൗൺസിൽ മുൻ പ്രസിഡന്റും തൃശൂർ പെരിങ്ങോട്ടുകര കല്ലറയ്ക്കൽ കുടുംബാംഗവുമായ ഉമ്മർ കല്ലറയ്ക്കലിന്റെ ഭാര്യയും കുന്നമംഗലം ഏസീസ് കുടുംബാംഗവുമായ ഷക്കീല ഉമ്മർ ഷാർജയിൽ നിര്യാതയായി. ഖബറടക്കം ഇന്ന് വൈകിട്ട് ഷാർജ മസ്ജിദുൽ ഷഹാബ ഖബർസ്ഥാനിൽ. മക്കൾ ഷാമ ഉമ്മർ ഷാർജ, ഷാം ഉമ്മർ ബാംഗ്ലൂർ, ഷെഫ്രിൻ ഉമ്മർ ഷാർജ, മരുമക്കൾ മുഹമ്മദ് ഷാജിദ് മലപ്പുറം, റിസ അബ്ദുൾ റഷീദ് കോഴിക്കോട്, രേഷ്മ KM മലപ്പുറം, ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ, ട്രസ്റ്റിമാർ, ഡയറക്ടർമാർ, ആൽഫ ഓവർസീസ് കൗൺസിൽ ഭാരവാഹികൾ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ വിവിധ സെന്ററുകളിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ആൽഫ തറവാട്ടിലെ ആശിഷ് കെയർ ഹോം അംഗങ്ങൾ ചേർന്ന് പതാക ഉയർത്തി. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഹോസ്പീസ് ക്ലിനിക്കൽ ഡയറക്ടർ ഡോക്ടർ നീൽ, അഡ്മിനിസ്ട്രേറ്റർ സന്ധ്യ സുജിത്, PROയും കെയർ ഹോം മാനേജറുമായ താഹിറ മുജീബ്, ട്രസ്റ്റ് ഓഫീസ് സെക്രട്ടറി വിമല വേണുഗോപാൽ, അക്കൗണ്ട്സ് മാനേജർ ജലജ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ജിതിൻ മാത്യു, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ സലിൻ സോളമൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ആൽഫ പറവൂർ സെന്ററിൽ രക്ഷാധികാരി KV സത്യൻ മാസ്റ്റർ പതാക ഉയർത്തി. NE സോമസുന്ദരൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സെന്റർ ഭാരവാഹികളായ തിലകൻ, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. ആൽഫ പുനലൂർ സെന്ററിന്റെയും ലയൺസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ കുന്നിക്കോട് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. സെന്റർ പ്രസിഡന്റ് S അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. പത്തനാപുരം കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ബിജു K മാത്യു ദേശീയ പതാക ഉയർത്തി. പ്രസന്നകുമാരി, ദിലീപൻ ഉപാസന എന്നിവരെ ആദരിച്ചു. ഇരുവരും ചേർന്ന് പ്രതിമാസം 10,000 രൂപ വീതം ആൽഫ പുനലൂർ സെന്ററിന് സംഭാവന നൽകുമെന്ന് അറിയിച്ചു. മാതൃകാ സൈനികൻ ക്യാപ്റ്റൻ രാജശേഖരൻ പിള്ളയെ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുനിൽ പണിക്കരും സെക്രട്ടറി ബിന്ദു സുനിൽ പണിക്കരും ചേർന്ന് പൊന്നാട അണിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത തോമസ്, വ്യവസായികളായ നടരാജൻ, SMV രാധാകൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. മാള സെന്ററിൽ പ്രസിഡന്റ് AA അഷ്റഫ് പതാക ഉയർത്തി മുഖ്യ സന്ദേശം നൽകി. തുടർന്ന് രക്ഷാധികാരികളായ ഡോക്ടർ KK അബ്ദുൽ സലാം, ഡോക്ടർ രാജു വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി ലിസി ജോണി, ട്രഷറർ ഹർഷാദ് പുളിക്കൽ, സന്തോഷ് ആത്തപ്പള്ളി, ലിയോ കൊടിയൻ, നിസ അഷ്റഫ്, വിജയകുമാർ, ഉണ്ണികൃഷ്ണൻ, ജോർജ് പള്ളിപ്പാട്ട്, സൈഫുദ്ദീൻ, ഷൈനി റാഫേൽ എന്നിവർ ആശംസ നേർന്നു. ആൽഫ തൃശൂർ സെന്ററിൽ പ്രസിഡന്റ് തോമസ് തോലത്ത് പതാക ഉയർത്തി. വാർഡ് കൗൺസിലർ സുനിത വിനു, സെക്രട്ടറി CK സജി, ഫാദർ മോഹൻ, ജോർജ് പൂവത്തൂക്കാരൻ, സുമതി, ഡോക്ടർ TK ആന്റണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ആൽഫ കാസർഗോഡ് സെന്ററിൽ സെക്രട്ടറി പ്രഭാകരൻ നായർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുസ്തഫ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. പ്രസീത പ്രഭാകരൻ, ഡോക്ടർ അർച്ചന, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ആൽഫ എടത്തിരുത്തി സെന്ററിൽ പ്രസിഡന്റ് പ്രതാപൻ മേനോത്തിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. ആൽഫ കുട്ടനാട് സെന്ററിൽ പ്രസിഡന്റ് ചന്ദ്രമോഹൻ നായർ ദേശീയ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് അനിൽ വെറ്റിലക്കണ്ടം, സെക്രട്ടറി MG കൊച്ചുമോൻ, മധു കുഞ്ഞുമോൻ, നിർമ്മല ചന്ദ്രമോഹൻ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ നൽകി. ആൽഫ മതിലകം സെന്ററിൽ പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിലിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. ഭാരവാഹികളായ ബഷീർ പന്തൽ, മുജീബ് റഹ്മാൻ, സിദ്ദിഖ് മംഗല്യ, മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. ജയ് ഹിന്ദ്.